പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില നിമിഷങ്ങളിൽ ഭാഗ്യദേവത നമ്മുടെ വാതിലിൽ വന്നുമുട്ടാറുണ്ട്. കഠിനാധ്വാനം ചെയ്തിട്ടും ഫലം കിട്ടാതെ നിരാശരായിരിക്കുമ്പോൾ ഗ്രഹങ്ങളുടെ ഒരു ചെറിയ മാറ്റം കൊണ്ട് എല്ലാ തടസ്സങ്ങളും മാറി വൻ വിജയങ്ങളിലേക്ക് നമ്മൾ കുതിച്ചുയരുന്ന സമയം. ഈ വരുന്ന വാരം അത്തരമൊരു അത്ഭുതകരമായ മാറ്റത്തിന്റെ കാലമാണ്. ചില നക്ഷത്രക്കാർക്ക് എല്ലാ ഭാഗ്യങ്ങളും തങ്ങളിലേക്ക് വന്നുചേരുന്ന സുവർണാവസരങ്ങളുടെ ഒരു വസന്തകാലം തന്നെയാണ് ഈ ആഴ്ച കാത്തിരിക്കുന്നത്. അതേസമയം ചില നക്ഷത്രക്കാർ ചെറിയ രീതിയിൽ ഒന്ന് ജാഗ്രത പാലിക്കേണ്ടതുമുണ്ട്. നിങ്ങളുടെ നക്ഷത്രം ഇതിൽ ഏത് ഗണത്തിലാണ് പെടുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാനും ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളെ മുൻകൂട്ടി കണ്ടൊരുങ്ങാനും ഈ വീഡിയോ ഒന്നുപോലും വിട്ടുപോകാതെ അവസാനം വരെ കാണുക. കാരണം ഈ വാരഫലം നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചേക്കാം. നമുക്കാദ്യം ജ്യോതിഷമണ്ഡലത്തിലെ ഒന്നാമത്തെ രാശിയായ മേടക്കൂറിലേക്ക് നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം എന്നിവയിൽ ജനിച്ച പ്രിയപ്പെട്ടവർക്ക് ഈ ആഴ്ചയുടെ തുടക്കം, അതായത് ചൊവ്വാഴ്ച വരെയുള്ള സമയം അല്പം പ്രതികൂലമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിചാരിച്ച പോലെ വിജയം കണ്ടെത്താൻ കഴിഞ്ഞെന്നു വരില്ല. മാനസികമായി ചെറിയൊരു വിഷമമോ ചിലപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഒരു അഭിമാനക്ഷതമോ കലഹങ്ങളോ ഉണ്ടായേക്കാം. ബിസിനസ് ചെയ്യുന്നവർ ഈ ദിവസങ്ങളിൽ വലിയ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ചെറിയ രീതിയിലുള്ള നഷ്ടങ്ങൾക്കും ശത്രുശല്യത്തിനും സാധ്യതയുണ്ട്. ജോലിസ്ഥലത്ത് മേലധികാരികളിൽ നിന്ന് ചില പ്രതികൂല പ്രതികരണങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ ഒട്ടും നിരാശരാകേണ്ടതില്ല. കാരണം ബുധനാഴ്ച പുലരുന്നതോടെ നിങ്ങളുടെ നല്ല സമയം ആരംഭിക്കുകയാണ്. കാര്യവിജയത്തിന്റെ നാളുകളാണ് പിന്നീട് നിങ്ങളെ കാത്തിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനും പുതിയ കോഴ്സുകളിലേക്കുള്ള പ്രവേശന ശ്രമങ്ങൾ പൂർണ്ണമായും വിജയിപ്പിക്കാനും ഈ സമയത്ത് സാധിക്കും. നിങ്ങൾ കാത്തിരുന്ന അഭിമുഖങ്ങളും കൂടിക്കാഴ്ചകളും ഏറെ അനുകൂലമായി ഭവിക്കും. ബിസിനസ്സിൽ വലിയ തോതിൽ ആദായം വർദ്ധിക്കാനും പുതിയ ബിസിനസ് സാധ്യതകൾ തുറന്നുകിട്ടാനും ഈ ദിവസങ്ങൾ സഹായിക്കും. എന്നാൽ വീണ്ടും വ്യാഴാഴ്ച മുതൽ സമയം അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാര്യതടസ്സങ്ങൾ, മനസ്സമാധാനക്കുറവ്, പ്രിയപ്പെട്ടവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവ ഉണ്ടായേക്കാം. ധനതടസ്സവും യാത്രകളിൽ പരാജയവും ശരീരത്തിന് ചെറിയ രീതിയിലുള്ള അസുഖങ്ങളും ഈ വ്യാഴാഴ്ചയ്ക്ക് ശേഷം നിങ്ങളെ അലട്ടിയേക്കാം എന്നതിനാൽ ജാഗ്രത പുലർത്തുക. അടുത്തതായി ഇടവക്കൂറിൽ ജനിച്ചവരുടെ, അതായത് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ഭാഗം വരെ വരുന്നവരുടെ വാരഫലത്തിലേക്ക് കടക്കാം. നിങ്ങൾക്ക് തിങ്കളാഴ്ച വരെയുള്ള സമയം വളരെ അനുകൂലവും സന്തോഷം നിറഞ്ഞതുമാണ്. വിചാരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നടക്കും. ഇഷ്ടഭക്ഷണ സമൃദ്ധിയും അപ്രതീക്ഷിത സമ്മാനങ്ങളും നിങ്ങളെ തേടിയെത്തും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന യാത്രകൾ വലിയ വിജയത്തിലെത്തുകയും മനസ്സിൽ വിചാരിച്ച ആഗ്രഹങ്ങൾ സാധിക്കുകയും ചെയ്യും. സുഖലോലുപ വസ്തുക്കളും ആഡംബര സാധനങ്ങളും വാങ്ങാൻ ഈ ദിവസം യോഗമുണ്ട്. എന്നാൽ ചൊവ്വാഴ്ച മുതൽ കാര്യങ്ങൾ അല്പം മാറിമറിയാം. പരീക്ഷകളിൽ പരാജയഭീതിയോ സുഹൃത്തുക്കളുമായോ ബന്ധുക്കളുമായോ കലഹങ്ങളോ ഉണ്ടായേക്കാം. ശത്രുശല്യവും ചെറിയ രീതിയിൽ മാനഹാനിയും വരാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം വേണം. എന്നാൽ വ്യാഴാഴ്ചയാകുന്നതോടെ കരിമേഘങ്ങൾ മാറി വീണ്ടും തെളിഞ്ഞ ആകാശം പോലെ കാര്യങ്ങൾ അനുകൂലമാകും. കാര്യവിജയം, സാമ്പത്തിക ലാഭം, കാർഷിക മേഖലയിലുള്ളവർക്ക് വലിയ വിജയം, മികച്ച ആരോഗ്യം എന്നിവ ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടും. മുൻപുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി യാത്രകൾ വിജയപ്രദമാകും. എന്നാൽ ശനിയാഴ്ച എത്തുന്നതോടെ വീണ്ടും ചെറിയൊരു മന്ദത വരാം. കാര്യപരാജയവും സ്വസ്ഥതക്കുറവും ബിസിനസ്സിൽ ചെറിയ നഷ്ടങ്ങളും നിങ്ങളെ അലട്ടിയേക്കാം. ഇനി നമുക്ക് മിഥുനക്കൂറിലേക്ക് വരാം. മകയിരം രണ്ടാം പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് ഈ ആഴ്ചയുടെ തുടക്കം, അതായത് തിങ്കളാഴ്ച വരെ അല്പം പ്രയാസങ്ങൾ നിറഞ്ഞതായിരിക്കും. കാര്യതടസ്സങ്ങളും അനാവശ്യമായ അലച്ചിലും വരാം. പ്രതീക്ഷിക്കാത്ത ചെലവുകൾ വരുന്നത് വഴി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. യാത്രകൾ പരാജയപ്പെടാനും ശരീരത്തിന് സുഖക്കുറവ് തോന്നാനും സാധ്യതയുണ്ട്. എന്നാൽ ചൊവ്വാഴ്ച നേരം പുലരുന്നത് പുതിയൊരു പ്രകാശത്തോടെയാണ്. അന്നുമുതൽ നിങ്ങൾക്ക് കാര്യവിജയം, പരീക്ഷകളിൽ മികച്ച വിജയം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, ആഗ്രഹിച്ച സ്ഥാനക്കയറ്റം എന്നിവ തേടിയെത്തും. പുതിയ കോഴ്സുകൾക്ക് ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പ്രവേശനം ലഭിക്കും. മനസ്സിൽ വിചാരിച്ച പല കാര്യങ്ങളും ഈ ദിവസങ്ങളിൽ യാഥാർത്ഥ്യമാകും. പക്ഷേ വ്യാഴാഴ്ച മുതൽ വീണ്ടും അല്പം പ്രതികൂലാവസ്ഥ കാണുന്നുണ്ട്. ചില കാര്യങ്ങളിൽ പരാജയവും അഭിമാനക്ഷതവും കലഹങ്ങളും മാനസിക പ്രയാസങ്ങളും നഷ്ടങ്ങളും വരാം. എന്നാൽ ശനിയാഴ്ച എത്തുന്നതോടെ ആ പ്രതിസന്ധികളും മാറും. കാര്യവിജയം, സമൂഹത്തിൽ നിന്നും ജോലിസ്ഥലത്തു നിന്നും വലിയ അംഗീകാരം, മികച്ച ആരോഗ്യം എന്നിവ നിങ്ങളെ തേടിയെത്തും. വിചാരിച്ച ആഗ്രഹങ്ങൾ നടക്കാനും പുതിയ സ്ഥാനമാനങ്ങളിലേക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടാനും വഴി തെളിയും. തടസ്സങ്ങളെല്ലാം മാറിവരുന്ന ഒരു സമയമാണിത്. അടുത്തത് നമ്മുടെ കർക്കടകക്കൂറുകാരുടെ ഊഴമാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് തിങ്കളാഴ്ച വരെ വളരെ അനുകൂലമായ സമയമാണ്. ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ട ബന്ധുക്കളുടെ സമാഗമം ഉണ്ടാകും. അത് മനസ്സിന് സന്തോഷം നൽകും. ബാങ്ക് വായ്പകൾക്കോ മറ്റോ ശ്രമിക്കുന്നവർക്ക് ഈ ദിവസങ്ങളിൽ അത് പെട്ടെന്ന് പാസായി കിട്ടും. ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല ലാഭം കൊയ്യാനും പുതിയ ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കാനും സാധിക്കും.
എന്നാൽ ചൊവ്വാഴ്ച മുതൽ കാര്യങ്ങൾ അല്പം പ്രതികൂലമാകാൻ സാധ്യതയുണ്ട്. കാര്യതടസ്സങ്ങളും യാത്രകളിൽ പരാജയവും ഉണ്ടാകാം. അനാവശ്യമായി ഓടിനടന്ന് അലയേണ്ടി വരികയും ശരീരത്തിന് തളർച്ച അനുഭവപ്പെടുകയും ചെയ്യും. ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒരു മന്ദതയും ഇച്ഛാഭംഗവും വരാം. എന്നാൽ വ്യാഴാഴ്ച മുതൽ വീണ്ടും നിങ്ങൾക്ക് നല്ല നാളുകളാണ്. കാര്യവിജയം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, മികച്ച ആരോഗ്യം എന്നിവ ഈ ദിവസങ്ങളിൽ അനുഭവിക്കാൻ യോഗമുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാവുകയും യാത്രകൾ വലിയ വിജയത്തിൽ കലാശിക്കുകയും ചെയ്യും. എങ്കിലും ശനിയാഴ്ച എത്തുമ്പോൾ വീണ്ടും ചെറിയ ജാഗ്രത ആവശ്യമാണ്. കാര്യപരാജയവും കലഹങ്ങളും അഭിമാനക്ഷതവും മനസ്സിനെ വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. ഇനി സിംഹത്തെപ്പോലെ ഗാംഭീര്യമുള്ള ചിങ്ങക്കൂറുകാരിലേക്ക് നോക്കാം. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ചവർക്ക് ബുധനാഴ്ച വരെ വളരെ മനോഹരമായ അനുകൂലമായ സമയമാണ്. കാര്യവിജയം, സമൂഹത്തിൽ നിന്നും വലിയ അംഗീകാരം, പരീക്ഷകളിൽ മികച്ച വിജയം, ജോലിയിൽ സ്ഥാനക്കയറ്റം, നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് മാറ്റം എന്നിവയൊക്കെ ഈ ദിവസങ്ങളിൽ സംഭവിക്കാം. മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ വേഗത്തിൽ നടക്കും. പുതിയ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാൻ ശ്രമിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമായ നല്ല വാർത്തകൾ ലഭിക്കും. കാർഷിക മേഖലയിലുള്ളവർക്ക് വലിയ ആദായം ലഭിക്കാനും മുൻപുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടാനും ഈ ദിവസങ്ങൾ സഹായിക്കും. എന്നാൽ വ്യാഴാഴ്ച മുതൽ സമയം അല്പം പ്രതികൂലമാണ്. കാര്യതടസ്സങ്ങൾ, മനസ്സമാധാനക്കുറവ്, അനാവശ്യ ചെലവുകൾ, ധനതടസ്സം, ശരീരസുഖക്കുറവ് എന്നിവ ഈ ദിവസങ്ങളിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കാം. എന്നാൽ ശനിയാഴ്ച മുതൽ വീണ്ടും കാര്യങ്ങൾ നിങ്ങളുടെ കൈപ്പിടിയിലാകും. കാര്യവിജയവും ആരോഗ്യവും ഇഷ്ടഭക്ഷണ സമൃദ്ധിയും യാത്രകളിൽ വിജയവും വഴി നിങ്ങളുടെ ആഗ്രഹങ്ങൾ വീണ്ടും സഫലമാകും. അടുത്തതായി കന്നിക്കൂറുകാരുടെ കാര്യമെടുത്താൽ, അതായത് ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് തിങ്കളാഴ്ച വരെ അല്പം പ്രതികൂലമായ സമയമാണ്. കാര്യതടസ്സങ്ങൾ, ഉദരസംബന്ധമായ അസുഖങ്ങൾ, പ്രവർത്തനങ്ങളിൽ മന്ദത, യാത്രകളിൽ പരാജയം എന്നിവ നേരിടേണ്ടി വന്നേക്കാം. ചില വേദനജനകമായ അനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടായേക്കാമെന്നതുകൊണ്ട് ക്ഷമയോടെ ഇരിക്കുക. എന്നാൽ ചൊവ്വാഴ്ച മുതൽ നിങ്ങളുടെ ഭാഗ്യനക്ഷത്രങ്ങൾ തെളിയുകയാണ്. കാര്യവിജയം, പുതിയ തൊഴിൽ ലാഭം, മത്സരപരീക്ഷകളിൽ വിജയം, സ്ഥാനക്കയറ്റം, വലിയ അംഗീകാരങ്ങൾ എന്നിവ നിങ്ങളെ തേടിയെത്തും. പ്രിയപ്പെട്ടവരുമായി സന്തോഷം പങ്കിടാനും മനസ്സിൽ വിചാരിച്ച ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനും ഈ ദിവസങ്ങളിൽ സാധിക്കും. മുൻപുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം പമ്പ കടക്കും. എന്നാൽ ശനിയാഴ്ച മുതൽ വീണ്ടും ചെറിയ തോതിൽ പ്രതികൂലാവസ്ഥ കാണുന്നു. കാര്യതടസ്സങ്ങൾ, സ്വസ്ഥതക്കുറവ്, അനാവശ്യ ചെലവുകൾ, പരീക്ഷകളിൽ പരാജയഭീതി എന്നിവ ഈ ശനിയാഴ്ചയ്ക്ക് ശേഷം ഉണ്ടായേക്കാം. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ അടുത്തേക്ക് പോകാം. ചിത്തിര രണ്ടാം പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് തിങ്കളാഴ്ച വരെ അല്പം കഠിനമായ സമയമാണ്. കാര്യപരാജയം, ചെറിയ രീതിയിലുള്ള അപകടഭീതി, ശരീരക്ഷതം, മനപ്രയാസം, ശത്രുശല്യം എന്നിവ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇരുചക്രവാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെ സസൂക്ഷ്മം വണ്ടിയോടിക്കേണ്ട ദിവസങ്ങളാണിവ. ചൊവ്വാഴ്ച മുതൽ കാര്യങ്ങൾ ഗുണദോഷസമ്മിശ്രമായിരിക്കും. ചില കാര്യങ്ങൾ ഭാഗികമായി ശരിയാകുമെങ്കിലും ഉദരവൈഷമ്യം, പ്രവർത്തനമന്ദത, യാത്രാതടസ്സം, ധനതടസ്സം എന്നിവയൊക്കെ കൂടെയുണ്ടാകും. എന്നാൽ വ്യാഴാഴ്ച മുതൽ നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. കാര്യവിജയം, പുതിയ തൊഴിൽ ലാഭം, ജോലിയിൽ സ്ഥാനക്കയറ്റം, ആഗ്രഹിച്ച സ്ഥലത്തേക്ക് മാറ്റം എന്നിവ ഈ ദിവസങ്ങളിൽ സംഭവിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് ആദായം വലിയ തോതിൽ വർദ്ധിക്കും. വിചാരിച്ച ആഗ്രഹങ്ങൾ സഫലമാകുകയും എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുകയും ചെയ്യും. അടുത്തതായി വൃശ്ചികക്കൂറുകാരിലേക്ക് വരാം. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് തിങ്കളാഴ്ച വരെ വളരെ നല്ല സമയമാണ്. കാര്യവിജയം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായാണുള്ള ഒത്തുചേരൽ എന്നിവ ഈ ദിവസങ്ങളിൽ ഉണ്ടാകും. നിങ്ങൾ നടത്തുന്ന ചർച്ചകൾ വലിയ വിജയത്തിൽ കലാശിക്കും. എന്നാൽ ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള സമയം അല്പം പ്രതികൂലമാണ്. കാര്യപരാജയം, അപകടഭീതി, സാമ്പത്തിക നഷ്ടങ്ങൾ, ഇച്ഛാഭംഗം, പരീക്ഷകളിൽ പരാജയം എന്നിവ നേരിടേണ്ടി വന്നേക്കാം. യാത്രകളിൽ അതീവ ശ്രദ്ധ പുലർത്തുക. വ്യാഴാഴ്ച മുതൽ കാര്യങ്ങൾ ഗുണദോഷ സമ്മിശ്രമായി മുന്നോട്ടു പോകും. വിചാരിച്ച കാര്യങ്ങൾ ഭാഗികമായി മാത്രമേ നടക്കൂ. ഉദരവൈഷമ്യവും ധനതടസ്സവും നിങ്ങളെ അലട്ടിയേക്കാം. എന്നാൽ ശനിയാഴ്ച പുലരുന്നതോടെ നിങ്ങളുടെ നല്ല നാളുകൾ വീണ്ടും തിരികെ വരും. കാര്യവിജയം, ജോലിയിൽ സ്ഥാനക്കയറ്റം, വലിയ അംഗീകാരങ്ങൾ, പരീക്ഷകളിൽ ഉന്നത വിജയം എന്നിവ ഈ ദിവസങ്ങളിൽ നിങ്ങളെ തേടിയെത്തും. തടസ്സങ്ങളെല്ലാം മാറി ആഗ്രഹങ്ങൾ സഫലമാകും. ഇനി നമുക്ക് ധനുക്കൂറുകാരിലേക്ക് കടക്കാം. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ചവർക്ക് ബുധനാഴ്ച വരെ വളരെ അനുകൂലമായ ഒരു വസന്തകാലമാണ്. ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം, മത്സരങ്ങളിലും പരീക്ഷകളിലും മികച്ച വിജയം, വിശിഷ്ടമായ ഭക്ഷണയോഗങ്ങൾ, സൽക്കാരങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ എന്നിവ ഈ ദിവസങ്ങളിലുണ്ടാകും. പുതിയ കോഴ്സുകൾക്ക് ചേരാൻ ആഗ്രഹിക്കുന്നവർക്കും അഭിമുഖങ്ങളിൽ പങ്കെടുക്കുന്നവർക്കും വലിയ വിജയം കൈവരിക്കാൻ സാധിക്കും. സുഹൃത്തുക്കളോടൊപ്പം ഉല്ലാസയാത്രകൾ പോകാനും സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാനും ഈ ദിവസങ്ങൾ മികച്ചതാണ്. എന്നാൽ വ്യാഴാഴ്ച മുതൽ സമയം അല്പം മാറുകയാണ്.
കാര്യപരാജയം, അപകടഭീതി, അപ്രതീക്ഷിത നഷ്ടങ്ങൾ, മനസ്സിനെ വിഷമിപ്പിക്കുന്ന അനുഭവങ്ങൾ എന്നിവയുണ്ടായേക്കാം. ശനിയാഴ്ച മുതൽ കാര്യങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ചില കാര്യങ്ങൾ ഭാഗികമായി ശരിയാകുമെങ്കിലും ധനതടസ്സവും പ്രവർത്തനങ്ങളിൽ ഒരു മന്ദതയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അടുത്തതായി മകരക്കൂറുകാരുടെ ഊഴമാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് തിങ്കളാഴ്ച വരെ അല്പം പ്രതികൂലമായ സമയമാണ്. കാര്യതടസ്സങ്ങൾ, മനസ്സമാധാനക്കുറവ്, ഉദരസംബന്ധമായ അസുഖങ്ങൾ, യാത്രകളിൽ തടസ്സങ്ങൾ എന്നിവ നേരിടേണ്ടിവരാം. എന്നാൽ ചൊവ്വാഴ്ച മുതൽ നിങ്ങളുടെ ഭാഗ്യം തെളിയുകയാണ്. കാര്യവിജയം, വലിയ തോതിലുള്ള അംഗീകാരങ്ങൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനുള്ള അവസരങ്ങൾ എന്നിവയുണ്ടാകും. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന യാത്രകൾ വലിയ വിജയമാകും. മുൻപുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി നിങ്ങൾ നടത്തുന്ന ചർച്ചകൾ ലക്ഷ്യത്തിലെത്തും. എങ്കിലും ശനിയാഴ്ച മുതൽ വീണ്ടും അല്പം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാര്യപരാജയം, ശരീരക്ഷതം, അപകടഭീതി, നഷ്ടങ്ങൾ എന്നിവ ഈ ദിവസങ്ങളിൽ നിങ്ങളെ അലട്ടിയേക്കാം. ഇനി കുംഭക്കൂറിലേക്ക് വരാം. അവിട്ടം രണ്ടാം പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് ബുധനാഴ്ച വരെയുള്ള സമയം അല്പം പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ്. കാര്യതടസ്സങ്ങൾ, സ്വസ്ഥതക്കുറവ്, പരീക്ഷകളിൽ വിചാരിച്ച വിജയം ലഭിക്കാതെ വരിക, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ബിസിനസ്സിൽ നഷ്ടങ്ങൾ എന്നിവ നേരിടേണ്ടി വന്നേക്കാം. നിങ്ങൾ പങ്കെടുക്കുന്ന കൂടിക്കാഴ്ചകൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ വ്യാഴാഴ്ച പുലരുന്നതോടെ നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ഒരു അറുതിയാകും. അന്നുമുതൽ നിങ്ങൾക്ക് കാര്യവിജയം, സമൂഹത്തിൽ വലിയ അംഗീകാരം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ സമാഗമം, മത്സരങ്ങളിൽ ഉന്നത വിജയം എന്നിവ സ്വന്തമാക്കാൻ സാധിക്കും. മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ ഭംഗിയായി നടക്കും. അവസാനമായി മീനക്കണ്ണുകളുള്ള നമ്മുടെ മീനക്കൂറുകാരിലേക്ക് വരാം. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉതൃട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് തിങ്കളാഴ്ച വരെ വളരെ അനുകൂലമായ സമയമാണ്. കാര്യവിജയം, സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ, വലിയ അംഗീകാരങ്ങൾ എന്നിവ നിങ്ങളെ തേടിയെത്തും. യാത്രകൾ വലിയ വിജയമായി മാറും. തടസ്സങ്ങളെല്ലാം മാറി പ്രിയപ്പെട്ടവരുമായി ഒത്തുകൂടാൻ ഈ ദിവസങ്ങളിൽ സാധിക്കും. എന്നാൽ ചൊവ്വാഴ്ച മുതൽ സമയം അല്പം പ്രതികൂലമാകാൻ സാധ്യതയുണ്ട്. കാര്യതടസ്സങ്ങൾ, മനസ്സമാധാനക്കുറവ്, ഇച്ഛാഭംഗം, യാത്രാതടസ്സങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവ ഈ ദിവസങ്ങളിൽ നിങ്ങളെ അലട്ടിയേക്കാം. എന്നാൽ ശനിയാഴ്ച എത്തുന്നതോടെ വീണ്ടും കാര്യങ്ങൾ നിങ്ങളുടെ അനുകൂലത്തിലാകും. കാര്യവിജയം, മത്സരങ്ങളിൽ ഉന്നത വിജയം, സുഹൃത്സമാഗമം എന്നിവ വഴി നിങ്ങളുടെ ആഗ്രഹങ്ങൾ വീണ്ടും സഫലമാകും. ഓരോ ആഴ്ചയും കടന്നുപോകുമ്പോൾ നമ്മെ തേടിയെത്തുന്ന പ്രതിസന്ധികളെ ധീരമായി നേരിടാനും വന്നുചേരുന്ന സുവർണാവസരങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാനും ഈ പ്രപഞ്ചം നമ്മെ പ്രാപ്തരാക്കട്ടെ. ശുഭപ്രതീക്ഷയോടെ മുന്നോട്ടു പോവുക. വിജയം നിങ്ങളെ തേടിയെത്തും.